ನಾನು ನಿಂತೆ ಮನಸ್ಸಿನಲ್ಲಿ. Hello guys, welcome back to my YouTube channel. Hello guys, welcome back to my YouTube channel. I am back to my Bangalore days. So ഇന്ന് രാവിലെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് 6:30 ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. 7 മണി 7:30 കഷ്ടിച്ച് എനിക്കൊരു അരമണിക്കൂർ ഉറക്കം കിട്ടി. പിന്നെ 8 മണിക്ക് ഞാൻ എണീച്ചത് എന്തിനാണെന്ന് വെച്ചാൽ വി ആർ ഹാവിങ് എ ടീം ഔട്ട് ടുഡേ. നമ്മളെ ടീം എല്ലാവരും കൂടി പുറത്ത് പോവുകയാണ്. കാരണം ഞങ്ങളുടെ ടീമിന് എല്ലാവർക്കും ഇന്ന് ഒരു ദിവസം ലീവാണ്. വി ആർ സോ എക്സൈറ്റഡ്. കാരണം കുറേ നാളുകൾക്ക് ശേഷമുള്ള എനിക്ക് മേ ബി ഇത് ആദ്യമായിട്ടായിരിക്കും നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ലീവ് കിട്ടുന്നത്. കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലാണെന്ന്. നമ്മൾ 11 മണിക്കാണ് അവിടെ ചെക്കിങ് പറഞ്ഞിട്ടുള്ളത്. 11 മണിക്ക് പോകണമെങ്കിൽ എന്നോട് 9 മണിക്ക് ഇവിടെ റെഡി ആയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾറെഡി 8 o'clock. സോ ഗെറ്റ് റെഡി ടു ഗോ. സോ ദിസ് ഈസ് മൈ മോം, എൻ്റെ അമ്മ. എന്താ ഒരു അഭിനയം. മണിക്കൂർ ഞാനിന്ന് ഉറങ്ങി. അരമണിക്കൂർ. അമ്മ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഓരോ സ്ലീപ്പ് സൈക്കിൾ കണ്ടിട്ട് എല്ലാ ദിവസവും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ റെഡി ആയപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്നെ പിക്ക് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട് വരും, നമ്മൾ ടീം മെമ്പർ തന്നെ വരും. പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് എല്ലാ ടീം മെമ്പേഴ്സിനെയും പിക്ക് ചെയ്ത് ഓരോരുത്തർ ഊബർ വിളിച്ചിട്ട് ഒക്കെ നമ്മൾ ഈ റിസോർട്ടിലേക്ക് പോവാണ്. എങ്ങനെയാണ് പോകുന്നത്, അവിടെ എങ്ങനെയൊക്കെയാണ് എൻജോയ്മെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ എൻ്റെ വ്ളോഗിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 9 മണിക്ക് എത്താന്ന് പറഞ്ഞ ഡ്രൈവർ കൃത്യം 9:30 ആയപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഹലോ. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണ്? നന്ദി ഹിൽസിലേക്ക്. എവിടേക്കാണ് പോകുന്നത്? വൈൽഡ് വാലി റിസോർട്ടിലേക്കാണ് പോകുന്നത്. കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരും. അയ്യോ, ഞാൻ നാരങ്ങെടുക്കാൻ മറന്നു. If you guys are making some video, please make it in English, okay? Malayalam illa. Completely illa. കുറച്ച് മലയാളം അറിയാം. Only this much I have learned. ഞാൻ നിന്റെ മനസ്സിനുള്ളിൽ. എന്താ മൈക്കാണോ? ഒരു ക്യാബിൽ 7 പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അടുത്ത ക്യാബിൽ ഇനി ആൾക്കാർ വരാൻ കിടക്കുകയാണ്. ഞങ്ങളിനി ഒരു ക്യാബും കൂടെ ബുക്ക് ചെയ്ത് ഒരു 4 അല്ലെങ്കിൽ 3 പേരെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സുഹാസ് ചേട്ടൻ്റെ കൂടെ 4 പേര് ഇപ്പോൾ പോകും. 4 അല്ലെങ്കിൽ 5 പേര് നമ്മളിപ്പോൾ പുറപ്പെടുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 18 ആൾക്കാരാണുള്ളത്. 18 ആൾക്കാരിൽ ഒരു 7 പേര് ഞങ്ങൾ ഊബറിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരെയും കൂടി നമുക്ക് ഊബറിൽ കയറ്റി വിടണം. അപ്പം അതിനുള്ള സെർച്ചിങ് ആണ്. ഭയങ്കര വെയില, ദൈവമേ. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഓക്കെ, ক্যাবের জন্য মাথা খারাপ হয়ে যাচ্ছে. ওয়্যার ইজ দ্য ক্যাবকে ডাকো, কেউ তাড়াতাড়ি বুক করো. ഓക്കെ. അപ്പോൾ ടോം നമ്മൾ എവിടെത്തി? നമ്മൾ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിലെത്തും. സ്പോട്ടിന്റെ പേരെന്തായിരുന്നു? വാട്ട് വാസ് ദ നെയിം, റാഫിയ? What name? സ്പോട്ട് നെയിം It's a wild valley. വൈൽഡ് വാലി എന്നാണ് സ്പോട്ടിന്റെ നെയിം. ഓക്കെ, അപ്പോൾ എല്ലാവരും പല പല വണ്ടിയിലായിട്ട് 6 ആള് 7 ആള് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ സുഹാസിന്റെ വണ്ടിയിൽ നമ്മൾ 4 ആള്. ഇതാണ് സുഹാസേ കളിക്കില്ല. ഇതാണ് സുഹാസ്. അപ്പോൾ എല്ലാവരും ഒരു ടീമാണ്. ഞങ്ങളുടെ ടീം AKFD ടീമാണ്. ഈ ട്രിപ്പിനെ പറ്റി പറ. നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്? 3rd ടൈം ആണ്. പക്ഷെ ടീം മൊത്തമായിട്ട് നമ്മളെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം ഒരുമിച്ചൊരു ഓഫ് കിട്ടി. ഞാൻ ഇടൂല, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നു. അയ്യോ, ടീമിന് എല്ലാവർക്കും ഒരു ഓഫ് കിട്ടി. ഇന്ന് രാവിലെ എല്ലാവരും 6:30 ആകുമ്പോഴേക്കും എല്ലാവരും റൂമിലെത്തി. എല്ലാവരും സെറ്റായി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. മേ ബി ഉറങ്ങാത്തവരും ഉണ്ടാവും. അല്ലേ സുഹാസേ? നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങി? എന്താ നാക്കില് ശൂലം കുത്തിക്കുക? നാക്കില് ശൂലം. നമ്മളെ കൂട്ടത്തില് മലയാളീസ് മാത്രല്ല, ബംഗാളിയും ഉണ്ട്. അമ്മാവന്മാരിതാ പോകുന്നു സൈക്കിൾ കൊണ്ട്.
കൺട്രോൾ 10 മണിയാകുമ്പോഴേക്ക് നമ്മൾ സ്പോട്ടിലെത്തി. ഓരോ ടീം 7 ആള് 8 ആൾ അങ്ങനെ 2 വഴിയിലേക്ക് അല്ല വണ്ടിയിൽ കൂടെ വിട്ടു. ഇതാണ് ടോം കെ അലോഷ്യസ് ഫ്രം ആലപ്പി. ടോം, എനിക്ക് ഇതുവരെ കിട്ടാത്തൊരവസരല്ലേ ഇത്? അതെന്താ അങ്ങനെ? 300 എന്റെ മൈക്ക് വാങ്ങാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അവള് സ്നേഹപ്പെട്ടതാ. നാട്ടിലെ ചക്ക. What would you like to say about this trip? খুব ভালো, খুব মজা করব, অনেক আনন্দ হচ্ছে. ആനന്ദമായിരിക്കണമെന്ന്. ഓക്കെ അപ്പൊ നമ്മള് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം. നന്ദി ഹിൽസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓൺ ദ വേ വ്യൂ ആണ് കേട്ടോ ഇത്. നന്ദി ഹിൽസിന്റെ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ചെറിയൊരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫൈനലി നമ്മള് വൈൽഡ് വാലി നന്ദി ഹിൽസ് റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് നന്ദി ഹിൽസ് കാണാൻ പറ്റും. ഹിൽസിൻ്റെ നല്ലൊരു വ്യൂവും കിട്ടും. പിന്നെ ഇതിനകത്ത് എൻട്രി വരുന്നത് അതിൻ്റെ വൈഡ് ആംഗിൾ വെച്ച ഓക്കെ, ഇതാണ് നമ്മളെ എൻട്രി വരുന്നത്. അതിനുള്ളിൽ കടന്നിട്ട് നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തും കാര്യങ്ങളൊക്കെ വെച്ചതാണ്. പ്രൊസീജിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ രജിസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. നല്ല രസമുള്ള ഇൻറ്റീരിയറാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അവിടുത്തെ ഉള്ളിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. ഈ ആക്ടിവിറ്റീസ് അവർ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ, പിന്നെ നമുക്ക് ഫ്രീ ഫോളും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാ ഗൈസ്. എടാ വാടാ. നമ്മളിവിടെ എത്തുമ്പോൾ നമ്മളെ കയ്യിലൊരു പച്ച ടാഗ് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ടാഗ് കിട്ടി. എന്നെ തിരിച്ചറിയാനുള്ള ടാഗ് കിട്ടി. അപ്പം നമ്മളെ ടീമിന് പച്ച ടാഗാണ് കിട്ടിയത് ഗൈസ്. എവിടെ പോയാലുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഫോട്ടോ എടുക്കാൻ ഒരാളും ഫോട്ടോ പോസ് ചെയ്യാൻ ഒരാളും. അല്ലേ ജിൻസി? എന്താ ജിൻസി പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഋതു വളരെ നല്ലൊരു കുട്ടിയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇതേപോലൊരു നല്ല കൊച്ചിനെ കണ്ടിട്ടില്ല. പറയാൻ പറഞ്ഞിട്ട് നിന്റെ തിരുവനന്തപുരം ഭാഷയിലങ്ങ് പറയും. ചുമ്മായിരുന്നാണ് നിങ്ങൾ എന്തൊരു പോയി ഇങ്ങോട്ട്. ഇതൊക്കെ ഇവിടെ ഉള്ള റൈഡാണ് എൻ്റെ മോനെ. പക്ഷെ അതിൽ സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളെ എൻട്രൻസ് അവിടെ നിന്നാണ് വരുന്നത്. ആടുന്ന് വന്നിട്ട് ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൈഡും കാര്യങ്ങളും കാണാം. കയറാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ട്രൈ ചെയ്തേ പറ്റും. പിന്നെ ഈ സൈഡിൽ നമ്മൾ ടീം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ക്രിക്കറ്റ് അറിയാത്തതിനെ കൊണ്ട് നമ്മൾ അത് കാണാനേ പറ്റുള്ളൂ. ഓക്കെ, ഋതു തന്റെ ബാറ്റിംഗിൽ ഒരുങ്ങുകയാണ്. ഋതു ഒരു പോസ് ചെയ്തേ. ഋതു പോസ്. എന്താ എന്റെ സംശയം എന്താ? എന്താ സംശയം എന്താ? ഫസ്റ്റ് നീ റാഫിനെ കാണി. ഓക്കെ, അപ്പൊ കാല് തന്നെയാണെങ്കിൽ ഓൻ എവിടെ ഉണ്ടാവും? ഓൻ എങ്ങനെ തൂങ്ങുക? അതോ താഴെത്തോ അതോ ആടെ നിൽക്കേണ്ടി വരുമോ? ആടെ തൂങ്ങി നിക്കണോ? സ്ലിപ്പ് ആവാം. ഓൻ ആടെ തൂങ്ങി നിക്കണം. എന്നിട്ട് പിന്നെ ഓൻ ബാലൻസ് ചെയ്യണം. ഇതിന്റെ വരുത്തോക്കി ഇതൊക്കെയാ എന്താ ഊഞ്ഞാലാടി? അതാ റിമിക്സ് ഒക്കെ വരാൻ തുടങ്ങി. അതാ അമിതം നടക്കുമ്പോ ഇത് കെട്ടിപ്പിടിക്കുന്നേ. ഓനെന്നാ അതിന്റെ വിലക്ക് എഴുതുന്നേ.
അടുത്ത് ഞാൻ പോക്കാം. ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്റെ മോനെ, ഞങ്ങള് ക്രിക്കറ്റ് കളിച്ചിട്ട് ഫുള്ള്. നീ ഏതാ പറയുന്നത് സുഹാസേ? നമ്മളാ ഇതിന്റെ മേലെ കയറിയതാ പറയും. ഇവന് ഏതാ എന്തിനും ഇങ്ങനെ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട്. എനിക്ക് ഊരവേദനയാണ് ഗായ്സ്. അതുകൊണ്ട് റൈഡിലൊന്നും കേറാൻ പറ്റിയില്ല. ഒന്നും പറയാനില്ല, ഓരോ സ്റ്റെപ്പും പറിച്ച് പറയുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫൈനലായിട്ട് പൂൾ എക്സ്പീരിയൻസ് ആണ്. ജസ്റ്റ് പൂളിൽ ഒന്ന് എൻജോയ് ചെയ്യുക, പിന്നെ ഫുഡ് കഴിക്കുക. ഫുഡ് മീൽസ് ഇവിടെ റെഡിയാണ്. ഇൻഡോർ ഗെയിംസ് ഉണ്ട് ഇവിടെ. ഇൻഡോർ ഗെയിംസ് എന്ന് പറയുമ്പം എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്തൊക്കെയാണെന്ന്. കൊണ്ടുവാ, എടുത്തോണ്ട് വാ ബൈ. ഇത് പോയിട്ട് ഓ അങ്ങോട്ടില്ല. സ്മൂത്ത് കളി. എന്താ പറയല്ലേ, സൂപ്പർ. ഹലോ ഹലോ ഹലോ. ആ എടുക്കാൻ പാടില്ലേ? എന്താ ഇത് കറുപ്പല്ലേ? ഓ അങ്ങനെ. ഇൻഡോർ ഗെയിംസിൽ നമ്മൾ ക്യാരംസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ്. എന്തൊക്കെയാണുള്ളത്? ഫുഡായിട്ട് പാസ്ത ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, വൈറ്റ് റൈസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്. എല്ലാം കൂടി അടിപൊളിയാ. വിരലിലെണ്ണാത്ത അത്ര ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത്രയും ഐറ്റംസ് ഉള്ളതിനെ കൊണ്ട് തന്നെ ഫുള്ള് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, നല്ല ഫുഡാണ്. പാസ്ത, നൂഡിൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. തിന്നാനുള്ള കഴിവില്ലെന്നേ ഉള്ളൂ. എനിക്കെല്ലാം ടേസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഒന്നും തീർക്കാനുള്ള കഴിവില്ല. എനിക്ക് അടുത്ത് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഡ്രസ്സ് മാറണം. എല്ലാവർക്കും ഡ്രസ്സ് മാറിയിട്ട് ജസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് സെറ്റായി, എന്നിട്ട് രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് introduce about the food, whatever you felt today. The food was very delicious, especially the ice cream, on top of that gulab jamun and the syrup. That is there. Yeah. Can you get me one? Sure. Okay. Everyone, how many? 1 2 3 4 5. നമുക്ക് ഇനി അടുത്ത ഐസ്ക്രീം വരുമ്പോൾ നമുക്ക് നോക്കാം അതെന്താ സംഭവം. ഗുലാബ് ജാമുൻ നേരത്തെ അവള് പറഞ്ഞ ആ സാധനമാണിത്. ഫോക്കസ് ആവുന്നുണ്ടോ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതെന്ത് ഫ്ലേവറാ? വെനീല ഐസ്ക്രീമാണ്. വെനില ഇത് കഴിച്ചിട്ട് കഴിക്കാൻ പറ്റും, അല്ലേ പിരിയും. ബാങ്കിൽ വെക്കണോ? ബാഗിൽ വെക്ക്. 250 റിങ് ഞാൻ ബാങ്കിൽ വെക്കണം എന്നാണോ? ഓ സോറി. സ്വിമ്മിംഗ് പൂളിൽ നല്ല സിനിമാ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡാൻസും ഫുള്ളായിട്ട് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓഫ്. എനിവേ എല്ലാവരും നല്ലോണം ഡാൻസ് കളിച്ച് നല്ല അടിപൊളി സ്റ്റെപ്പൊക്കെ ഇട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് നമുക്ക് നല്ലൊരു ടീം സ്വിമ്മിംഗ് പൂളിലൊക്കെ നല്ല എൻജോയ് ചെയ്ത് പാട്ട് പാടി ഡാൻസൊക്കെ കളിക്കാനുണ്ടെങ്കിൽ ഒരു സെറ്റപ്പ് സ്ഥലമാണ്, ഒരു അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് സ്വിമ്മിംഗ് പൂളിൽ. നല്ല പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിച്ച് ടീമിൻ്റെ കൂടെ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷപ്പായി നല്ല ചൂട് ചായയും നല്ല ബജ്ജിയും, പിന്നെ നമ്മളെ ബോയ്സ് ടീം അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഒരു നമ്മളെ വീട്ടിലത്തെ വൈകുന്നേരത്തെ വൈബ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതുപോലെ തന്നെ അതേ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ കുറച്ചുകൂടി കഴിഞ്ഞ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു ക്യാമ്പ് ഫയറും കൂടിയുണ്ട്. അതും കൂടി ഒന്ന് എൻജോയ് ചെയ്താൽ ഇന്നത്തെ ആ ഒരു ടീം ഔട്ടിൻ്റെ കംപ്ലീഷനായി. അടിപൊളിയായിരുന്നു. കുറേ നേരം എൻജോയ് ചെയ്തു വെള്ളത്തിലൊക്കെ എല്ലാവരുമായിട്ട്. ഇത് വലിയ പരിപാടിയൊന്നും അല്ല, ഇത് എൻ്റെ ചെറിയ വ്ളോഗാണ്. 50 സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്ളോഗാണ്. നന്നായിരുന്നു.
ഉഷേൻ്റെ ഈ മാസവും കൂടിയുള്ളൂ ഉഷ പോവാണ്, റിസൈൻ ചെയ്ത് പോവാണ്. അപ്പോൾ ഉഷേൻ്റെ നല്ലൊരു മെമ്മറി ആയിരിക്കില്ല അത്, ഡാൻസും ഇന്നത്തെ മൊത്തത്തിലുള്ള ദിവസങ്ങളിലെ. ഓക്കെ, അപ്പം നമുക്ക് രാത്രി കാണാം. लग जा गले के भी हंसी रात हो न हो, शायद फिर इस जन्म मुलाकात हो न हो. लग जा गले से हमको मिली है आज घड़ियाँ नसीब से, जी भर के देख लीजिए हमको करीब से. Feeling warm. आपके नसीब में ये बात. Feeling like Anna. नजदीकियों के गम तो नहीं है, गम तो नहीं है. इतनी दफा सुबह को मेरे तेरे आंगन में बैठे मैंने शाम किया. चन्ना मेरे आ चन्ना मेरे आ चन्ना मेरे आ सोफिया. चन्ना मेरे आ चन्ना मेरे आ चन्ना मेरे आ Keralian girl who had sung this Bollywood song very beautiful. എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും തിരിച്ചെത്തി. രാത്രി 11:30 ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. കാരണം ക്യാമ്പ് ഫയറും എല്ലാവരും ഡാൻസ് കളിച്ചു, പിന്നെ എല്ലാവരും പാട്ടൊക്കെ പാടി. അത്രയും കലാകാരന്മാർ നമ്മുടെ ടീമിലുള്ള കാര്യം എല്ലാവരും അപ്പോഴാണ് അറിയും. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. തിരിച്ച് നമ്മളെ കമ്പനീൻ്റെ ക്യാബ് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് പിന്നെ എല്ലാവരും ഞാനും ടയേർഡായതുകൊണ്ട് തന്നെ എനിക്കും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ട്രിപ്പ് എന്ന് പറയുന്നത് ഓവറോൾ അടിപൊളിയായിരുന്നു. ഒരു ചെറിയൊരു ട്രിപ്പാണെങ്കിലും നമ്മൾ ടീമൊക്കെ കൂടിയിട്ട് ഗ്യാദർ ചെയ്ത് എല്ലാ ദിവസവും വർക്ക് എന്നുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ മാറ്റി ഈ ഒരു ദിവസം ഒരു ഫുൾ ടീം ട്രിപ്പിനായിട്ട് മാറ്റി വെച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും എൻജോയ് ചെയ്ത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പോട്ടിൽ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു 10-11 ആൾക്കാർ നല്ലോണം എൻജോയ് ചെയ്യുന്ന ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു സ്പോട്ടും കൂടിയാണത്. നല്ല കാറ്റ്, നമ്മൾ എത്രത്തോളം ആ ഒരു എൻജോയ്മെൻറ്റിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും കാര്യമാണ്. ഓക്കെ, അപ്പം ദിസ് വാസ് ജസ്റ്റ് എ ടീം ഔട്ട് വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അത്രയേ ഉള്ളൂ. ബൈ.